പിയെ തൊട്ടവർക്കും പിഴച്ചു, BJPക്കും പിഴച്ചു. ഭേദഗതി ജമ്മു കാശ്മീരിൽ അധോഗതിയായി. ഭേദഗതി ഒരു അധോഗതി BJPക്ക് മാത്രമല്ല, BJPയെ തൊട്ട PDPക്കും പിഴച്ചിരിക്കുന്നു. PDPയും പിന്നിലേക്ക് പോകുന്ന കാഴ്ച ഓർമ്മിക്കണം. 2014 PDP 28 സീറ്റുകളുമായിട്ടാണ് മെഹബൂബ മുഫ്തി എന്നൊരു ഫയർ ബ്രാൻഡ് ലീഡർ പിന്നീട് BJPയുമായി സഖ്യം ചേരുന്നത്. തുടങ്ങിയ വീഴ്ചയാണ്. ചേരാത്തവർ തമ്മിലുള്ള സഖ്യമായിരുന്നു അത്. അതെ, ആ ചർച്ചയിലാണ് ഇപ്പോൾ യഥാർത്ഥത്തിൽ ജമ്മു കാശ്മീർ കുലുങ്ങുന്നത്. ആ അർത്ഥത്തിൽ നാഷണൽ കോൺഫറൻസിന്റെ തിരിച്ചുവരവ്, ഉമർ അബ്ദുള്ളയുടെ ട്വീറ്റ് വന്നു കഴിഞ്ഞിരിക്കുന്നു. സഖ്യകക്ഷികൾക്കുള്ള ഓഫറുകളൊക്കെ നേരത്തെ ഉണ്ടായിരുന്നുവെങ്കിൽ പോലും തികഞ്ഞ ആത്മവിശ്വാസമാണ്. എല്ലാവർക്കും വിജയാശംസകൾ നേർന്നുകൊണ്ടുള്ള ഫറൂഖ് അബ്ദുള്ളയുടെ ട്വീറ്റും നമ്മുടെ മുന്നിലുണ്ട്. നോക്കൂ, ജമ്മു കാശ്മീരിൽ നേടുന്ന വിജയത്തെക്കാൾ ത്രസിപ്പിക്കുന്ന മറ്റൊരു പ്രധാനപ്പെട്ട വിജയമുള്ളത് ഹരിയാനയിലാണ്. ഹരിയാനയിൽ എന്ത് സംഭവിച്ചു എന്നുള്ളത് വരാനിരിക്കുന്ന സംസ്ഥാന നിയമസഭാ തെരഞ്ഞെടുപ്പുകളുടെ ഒരു നാന്ദി കുറിക്കൽ കൂടിയായി നമ്മൾ മനസ്സിലാക്കുന്നു. ഏറ്റവും പ്രധാനപ്പെട്ടത് ഭേദഗതി അധോഗതിയായി BJPക്ക് ജമ്മു കാശ്മീരിലെങ്കിൽ അഗ്നിവീറിന്റെ സ്വപ്നങ്ങളിലും അഭിലാഷങ്ങളിലും വെണ്ടീറാവുന്ന BJPയാണ് നമുക്ക് ഹരിയാനയിൽ കാണാൻ സാധിക്കുന്നത്. മോദി പ്രഭാവം മങ്ങുകയും കർഷകരുടെ, ചെറുപ്പക്കാരുടെ, UPSC PSC എഴുതുന്ന തൊഴിൽ അന്വേഷകരുടെ ഒക്കെ സ്വപ്നങ്ങളുടെ മേൽ കരിനിഴൽ പരത്തിയ 10 വർഷക്കാലത്തിന്റെ ഭരണം അവസാനിപ്പിക്കുകയാണ്. ദയനീയമായ പരാജയം അവസാനിപ്പിക്കലാണ്. നേതാക്കൾ 2 സംസ്ഥാനങ്ങളിലേക്ക് നീങ്ങിയിരിക്കുന്നു. കോൺഗ്രസിന്റെ മുകേഷ് അഗ്നിഹോത്രിയും ചന്നിയും ജമ്മു കാശ്മീരിലേക്ക് നീങ്ങിയിരിക്കുന്നു. KC വേണുഗോപാൽ ഹരിയാനയിലേക്ക് നീങ്ങിയിരിക്കുന്നു എന്നതാണ്. ചണ്ഡീഗഡിലേക്ക് പോയിരിക്കുന്നു. സർക്കാർ രൂപീകരണ ചർച്ചകളിലേക്ക് കടക്കാൻ ക്ലെയിം ഉന്നയിക്കും. ഒരു സംശയവും വേണ്ട. 65 സീറ്റുകളുള്ള ഹരിയാനയിൽ ഇനിയിപ്പോ ഒരു മാറ്റം ഉണ്ടാകാൻ 9:30 കേൾക്കുന്നത്. 65 സീറ്റുകൾ നേടിയത് കൊണ്ട് തന്നെ ഭൂപീന്ദർ സിംഗ് ഹൂഡ ഇനി ശക്തനായിരിക്കും. യാതൊരു സംശയവും വേണ്ട. പാർലമെന്ററി പാർട്ടിയാണ് എപ്പോഴും കോൺഗ്രസിന്റെ മുഖ്യമന്ത്രിയെ തെരഞ്ഞെടുക്കുക. ആ പാർലമെന്ററി പാർട്ടിയിൽ ഹൂഡയ്ക്കാണ് മുൻതൂക്കം എന്ന കാര്യത്തിൽ സംശയമില്ല. അതുതന്നെയായിരുന്നു കുമാരി ഷെൽജിയുടെയും പ്രശ്നം. സ്ഥാനാർത്ഥി നിർണയത്തിൽ താൻ പറഞ്ഞ ആളുകൾക്ക് സീറ്റുകൾ നൽകിയില്ല എന്നുള്ളതായിരുന്നു ഷെൽജിയുടെ പരാതി. ഭൂപീന്ദർ സിംഗ് ഹൂഡ എന്തായാലും ഹരിയാനയുടെ മുഖ്യമന്ത്രിയാകുമെന്ന കാര്യത്തിൽ സംശയമില്ല. ഇന്ന് തന്നെ അവർ ആ ക്ലെയിം ഉന്നയിക്കും. അതേസമയം ജമ്മു കാശ്മീരിലും ഒരു സംശയവും വേണ്ട. നാഷണൽ കോൺഫറൻസും കോൺഗ്രസും ചേർന്നുള്ള സഖ്യം തന്നെയായിരിക്കും സർക്കാർ രൂപീകരിക്കുക. അവരെ സർക്കാർ ഉണ്ടാക്കാൻ ക്ഷണിക്കാൻ ഭരണഘടനാപരമായി ലഫ്റ്റനന്റ് ഗവർണർ ബാധ്യസ്ഥമാണ്. കാരണം അതൊരു പ്രീ പോൾ അലയൻസ് ആണ്. ആ പ്രീ പോൾ അലയൻസിന് 54 സീറ്റുകൾ കിട്ടിയിരിക്കുന്നു. കേവല ഭൂരിപക്ഷത്തിന് വേണ്ടത് 46 സീറ്റാണ്. 8 സീറ്റ് അധികമായി കിട്ടിയിട്ടുണ്ട്. ഇനിയിപ്പോൾ 5 നോമിനേറ്റഡ് അംഗങ്ങൾ വരാൻ പോകുന്നത് പിന്നീടാണ്. അക്കാര്യത്തിലൊക്കെ ഒരു തീരുമാനം പിന്നീട് എടുക്കാൻ കഴിയുള്ളൂ. ഏതായാലും ഈ 2 സംസ്ഥാനങ്ങളിലും വലിയ വിജയം ഇന്ത്യ മുന്നണി ഉണ്ടാക്കിയിരിക്കുന്നു. ഒപ്പം തന്നെ CPMനും വലിയൊരു നേട്ടമാണ്. CPMനെ സംബന്ധിച്ച് ഹരിയാനയിൽ ഒരു സീറ്റ് ഉണ്ടാവുന്നു, ജമ്മു കാശ്മീരിൽ തരിഗാമിയിൽ ഒരു സീറ്റ് ഉണ്ടാവുന്നു. നോക്കൂ, 87% ഹരിയാനയിലെ ഹിന്ദു പോപ്പുലേഷന്റെ കണക്ക്. അതെ, 87%. 87% ഹിന്ദു വോട്ടുകളുള്ള ഹരിയാനയിൽ BJP തകർന്നടിയുന്ന കാഴ്ചയാണ് പ്രിയപ്പെട്ട പ്രേക്ഷകരെ നമ്മൾ കാണുന്നത്. കഴിഞ്ഞ തവണ BJP നേടിയ 40 സീറ്റുകളുടെ 7 അയലത്ത് പോലും ഹരിയാനയിൽ എത്താൻ സാധിക്കുന്നില്ല. 87% ഹിന്ദുക്കളുള്ള ഹരിയാനയിൽ വളരെ തുച്ഛമാണ് മുസ്ലിം വോട്ട്. വളരെ തുച്ഛമാണ് മുസ്ലിം പോപ്പുലേഷൻ. അതേസമയം ഈ പറയുന്ന ഈ ഹിന്ദു വോട്ട് എന്ന് പറയുമ്പോൾ ആ ഹിന്ദു ഫോൾഡിൽ വരുന്നത് OBC അടക്കമുള്ള വോട്ട്. ഷെഡ്യൂൾ കാസ്റ്റ്, ഷെഡ്യൂൾ ട്രൈബ്, ദളിത്സ്, OBC ഇങ്ങനെയൊക്കെയുള്ള ഭിന്നതയുണ്ട് എങ്കിൽ പോലും ഈ വോട്ടുകളെല്ലാം ഹിന്ദു വോട്ട് എന്നുള്ള ഫോൾഡിലാണ് വരുന്നത്. പിന്നെ വരുന്നത് ഈ പറയുന്ന പഞ്ചാബി ഖത്രീസ് എന്ന് പറഞ്ഞ പഞ്ചാബിൽ നിന്ന് കയറിയിട്ടുള്ള സിഖുകാരുടെ വോട്ടാണ്. അതിനേക്കാളും തുച്ഛമാണ് മുസ്ലിം വോട്ട്. വളരെ വളരെ നോമിനലാണ് ക്രിസ്ത്യൻ വോട്ട്. അപ്പോൾ നമുക്ക് ഒരു കാര്യം ഉറപ്പിക്കാം, ഹരിയാനയിലെ 87% ഹിന്ദു വോട്ട് എന്ന് പറയുന്നതിൽ നല്ലൊരു ശതമാനം നിശ്ചയമായും കോൺഗ്രസിനോടൊപ്പം നിന്നു എന്നുള്ളത് കൊണ്ടാണ് ഈ വലിയ മുന്നേറ്റം ഉണ്ടാക്കാൻ കഴിഞ്ഞത്. അതാണ് ഞാൻ നേരത്തെ പറഞ്ഞത്. ഒരു ജാതി സമവാക്യവും ഇക്കുറി വർക്ക് ചെയ്തിട്ടില്ല ഹരിയാനയിൽ. മറിച്ച് അവിടെ ഒരു ആൻറ്റി ഇന്ത്യൻ ഇൻകംബൻസിയാണ് ഉണ്ടായത്. സർക്കാർ വിരുദ്ധ തരംഗമാണ് ഉണ്ടായത്. അത് കേന്ദ്രത്തിലെ സർക്കാരിനെതിരായിട്ട് 2024 പൊതു തെരഞ്ഞെടുപ്പിൽ നമ്മൾ കണ്ടു. അതുകൊണ്ടാണ് 10 സീറ്റിൽ 10 സീറ്റും വിജയിച്ച ലോക്സഭയിൽ 5 സീറ്റ് കഴിഞ്ഞ തവണ BJPക്ക് നഷ്ടപ്പെട്ടത്, 5 സീറ്റ് കോൺഗ്രസിന് കിട്ടിയത്. ഇപ്പോൾ ഇത് സംസ്ഥാന സർക്കാരിനെതിരായിട്ടുള്ള തരംഗം. ആ തരംഗത്തിൽ കടപുഴക്കി എറിയപ്പെട്ടിരിക്കുകയാണ് മനോഹർലാൽ ഖട്ടാറും നായിക് സിംഗ് സൈനിയും BJPയും ഒരുപോലെ. ഇത് BJPയെ സംബന്ധിച്ചിടത്തോളം, BJP ദേശീയ നേതൃത്വത്തെ സംബന്ധിച്ചിടത്തോളം വലിയ തിരിച്ചടിയാണ്. നരേന്ദ്രമോദിക്ക് തിരിച്ചടിയാണ്, അമിത്ഷായ്ക്ക് തിരിച്ചടിയാണ്. ഇനി പഴയതുപോലെ ഒരു ബലം വെച്ച് വലിയ വർത്തമാനം പറയാൻ മോഡിക്കും അമിത്ഷായ്ക്കും മുന്നണിയിൽ കഴിയില്ല, NDA മുന്നണിയിൽ കഴിയില്ല എന്നുള്ളതുകൂടി പ്രശ്നമാണ്. കാരണം രാജ്യത്തെ വിവിധ സംസ്ഥാനങ്ങൾ നിങ്ങൾക്കെതിരായി തിരിഞ്ഞിരിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് സഖ്യകക്ഷികൾക്ക് കൂടുതൽ ആധിപത്യം ഉണ്ടാക്കാൻ കഴിയുന്ന ഒരു സാഹചര്യമുണ്ട്. അല്ലെങ്കിൽ തന്നെ BJP ന്യൂനപക്ഷമാണ്. അപ്പോൾ കേന്ദ്രത്തിൽ ഭരിച്ചുകൊണ്ടിരിക്കുന്ന BJP സർക്കാരിനെ, നരേന്ദ്രമോദിയെ, അമിത്ഷായെ കൂടുതൽ ദുർബലമാക്കുന്ന ഒരു റിസൾട്ടാണ് ഇപ്പോൾ ഹരിയാനയിൽ ഉണ്ടായിരിക്കുന്നത്, ജമ്മു കാശ്മീരിൽ ഉണ്ടായിരിക്കുന്നത്.